ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഒരു കഷ്ണം കുമ്പളങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങ വെച്ചിട്ട് ഒരു സിമ്പിളായൊരു കറിയാണ് കേട്ടോ. ഇറച്ചിക്കറി പോലത്തെ ഒരു കറിയാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അതിൻ്റെ ഫ്രണ്ട് ചെത്തിയിൽ കളഞ്ഞില്ല. കുമ്പളങ്ങ മൂത്തിട്ടുമില്ല കേട്ടോ. നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. അതെ, ഒരു അടിപൊളി കറിയാണ് കേട്ടോ. ചെറിയ കത്തി മലിപ്പുറത്തം കുമ്പളങ്ങ ഇന്നലെ ഇവിടെ നല്ല രാത്രി നല്ല മഴയാണ് കേട്ടോ. ഇപ്പൊന്നും പെയ്യുന്നില്ല. പക്ഷെ വെയ്യും പെയ്യുന്നുണ്ടെങ്കിൽ സ്കൂളില്ല, എന്നും സ്കൂളില്ല. എത്ര ആൾക്കാർ പാവം കഷ്ടത്തിലായിരിക്കും, ഞങ്ങൾ ഉൾപ്പെടെ. കുമ്പളങ്ങ ഒന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ. ആദ്യം തന്നെ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം, കുറച്ച് മതി. ഇതിലേക്ക് ഒരു ചെറിയൊരു മുറി തേങ്ങ, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 ചെറിയ ഉള്ളി, 3 അല്ലി വെളുത്തുള്ളി, തേങ്ങ നന്നായി വറുത്ത് വരണം കേട്ടോ. ബ്രൗൺ കളർ ഏകദേശം ബ്രൗൺ ആവട്ടെ. തേങ്ങ നന്നായി മൂത്ത് വന്നു കേട്ടോ. തീ കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഓഫാക്കുക. ആറിയിട്ട് നന്നായി അരച്ചിട്ട് വരാം. നന്നായി അരയ്ക്കണം. കുമ്പളങ്ങ കറി വയ്ക്കാം. ഒരു കഷ്ണം കുമ്പളങ്ങ കേട്ടോ, വലിയൊരു കഷ്ണം. ഇതിലേക്ക് ചെറിയ 2 തക്കാളി കേട്ടോ. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അടച്ച് വെച്ചിട്ട് വേകട്ടെ, നന്നായി വേകട്ടെ. കുമ്പളങ്ങ വെന്താ നോക്കുക. എന്തോ കുമ്പളങ്ങ വെന്തു. ഇനി അരപ്പിട്ട് കൊടുക്കട്ടോ. കുറച്ചും കൂടി ചാറ് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചെടുക്കാം. നന്നായി തിളക്കട്ടെ. കറി തിളച്ചു കൂട്ടാ. ഓഫാക്കുക. ഞാൻ താളിച്ചൊഴിക്കാം. എന്താ മണം. ചീഞ്ചട്ടിയും ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂടാവട്ടെ. കടുകിട്ട് കൊടുക്കാം. 2-3 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, 2 വറ്റൽമുളക്, കറിവേപ്പില. ഇത് നന്നായി മൂട്ടി വരട്ടെ. കൊട്ടി കൊടുക്കാം.
സൂപ്പർ കറിയാണ്. എന്താ മണം കുമ്പളങ്ങൻ്റെ. എന്താ അടിപൊളി കറി. ഇറച്ചിക്കറിൻ്റെ മണം. വയ്ക്കാത്തവരെ വെച്ച് നോക്കട്ടെ. അമരയ്ക്ക ഉപ്പേരി വയ്ക്കാൻ മുറുക്കണം കേട്ടോ. അമരയ്ക്ക പറഞ്ഞാൽ അവരയ്ക്ക. ഞാനിങ്ങനെ നടു പൊളിച്ച് നോക്കണം, ഇല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ പുഴു ഉണ്ടാവും കേട്ടോ. പുഴു ഉണ്ടാവും. എല്ലാം നടുവ് പൊളിച്ചിട്ടാണ് മുറിക്കുന്നത്. കമ്പ്ലീറ്റ് നടു പൊളിച്ച് നോക്കിയിട്ട് ചെറുതായിട്ട് അരിയാം. ഇതല്ല, ഒന്നും വലിയ കുഴപ്പമില്ല. ഒന്നും കേടില്ല തോന്നൂല്ലേ. കുറച്ച് ഈ കാര്യമായിട്ട് കണ്ടില്ലേ, ഒന്നും വലിയ കാര്യമായിട്ട് കാണാനില്ല. അവരൊക്കെ ഉപ്പേരി വെക്കിയെടുത്താ പച്ചമുളകും ചെറിയ ഉള്ളി ഉപ്പിട്ട് കൊടുക്കട്ടെ. അവരൊക്കെ നല്ല പച്ചക്കളറുണ്ടല്ലോ. സാധാരണ ഇങ്ങനെ ഉണ്ടാകാൻ സൗണ്ടാണ്, വീഡിയോ എടുക്കാൻ കഴിയില്ല. സൗണ്ട് പൊല്യൂഷൻ. വേഗട്ടെ ഏട്ടാ, വേഗട്ടെ, അടച്ചു വെച്ച് വേഗട്ടെ. അവരൊക്കെ ഉപ്പേരി റെഡി ആയിട്ടോ. അവരൊക്കെ അത്രേ ഉള്ളൂ. ഞാൻ ഏട്ടന് ചോറാക്കട്ടെ. ഹലോ. പ്രാവശ്യം വന്നത് ഫുള്ള് പച്ച. ഞങ്ങൾ ആശുപത്രി പോയതാണ് കേട്ടോ. ആയുർവേദ ആശുപത്രിയിൽ നിറയെ തിരക്കുണ്ടായിരുന്നു. മരുന്ന് വാങ്ങാനിരിക്കുകയാണ്. ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഏട്ടൻ പണിക്ക് പോയിട്ടാ. ബോറടിച്ചു. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ണി വീഡിയോ ഒക്കെ ഒന്ന് എടുത്താണ്. നിറയെ തിരക്കുണ്ട് കേട്ടോ. കണ്ടോ, കുറേ നേരം ഇരിക്കണം. 61ാമത്തെ ടോക്കനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. മരുന്ന് വാങ്ങാൻ മാത്രം. മരുന്ന് വാങ്ങാൻ മാത്രം കേട്ടോ. കണ്ടോ, എല്ലാവരും മരുന്ന് വാങ്ങാനിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണി ഓടിച്ച് വിടുകയാണ് വീഡിയോ. ആശുപത്രിയാണ്, വലിയ ആശുപത്രി ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ തിരിച്ചു വരികയാണ് വീട്ടിലേക്ക്. ബസ് നോക്കിയപ്പോൾ ബസ് കിട്ടിയില്ല. ഇവിടേക്കുള്ള ബസ് പോയി പറഞ്ഞു. പിന്നെ കുറേ നേരം നിൽക്കണം. കൂട്ടാണ്ട് ബസ് പോയി ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോ എടുത്തിട്ട് വന്നിട്ടായിരുന്നു. അപ്പോൾ ഉണ്ണി വീഡിയോ എടുക്കുകയാണ്. റോഡ് സൈഡിലൊക്കെ നല്ല ഭംഗി കാണാൻ. വീടെത്താനായിട്ടാണ് ഓട്ടോ അവിടെ നിർത്തി ഞങ്ങൾ നടന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലം കേട്ടോ. ദുർഗാദേവിൻ്റെ ഒരു ചെറിയൊരു അമ്പലമാണ്. നടന്നു പോന്നാലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കണ്ട് പിന്നെ കണ്ടാ പണ്ടത്തെ ഒരു കമ്മൽ പൂ കണ്ടാ, കണ്ടപ്പോൾ നല്ല ഭംഗി. നിറച്ചുണ്ട് കേട്ടാ. സൂര്യകാന്തി കുഞ്ഞു കുഞ്ഞു പൂക്കൾ കണ്ടപ്പോൾ നല്ല ഭംഗി. അപ്പോൾ ഉണ്ണി വീഡിയോ എടുക്കുന്നു. എന്താ ഭംഗി കണ്ടാ. ഇവിടെ നിന്ന് അതുവരെ പച്ചപ്പാണ് കണ്ട. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ടൊക്കെ വന്നിട്ട് ഊണ് കഴിക്കട്ടാ. ഒന്നും കഴിച്ചില്ല അവിടെ നിന്ന്. ഞാൻ ഊണ് കഴിക്കട്ടെ. നല്ല വിശപ്പ്. നല്ല കുമ്പളങ്ങ കറി കൂട്ടിട്ട് ഇതേപോലെ വെക്കാത്തവരെന്ന് വെച്ച് നോക്കട്ടെ. ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ.